സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ പുരസ്കാരം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സുരാജ് വെഞ്ഞാറമൂടിന്. രാജ്കുമാർ റാവുവിനൊപ്പം അവാർഡ് പങ്കിട്ടു. ഗീതാഞ്ജലി ഥാപ്പ മികച്ച നടി, ഷിപ്പ് ഓഫ് ദ സ്യൂസ് മികച്ച ചിത്രം, നോർത്ത് 24 കാദം മികച്ച മലയാള ചിത്രം, രാജീവ് രവി മികച്ച ഛായാഗ്രാഹകൻ. അവാർഡ് മലയാള ഭാഷയ്ക്കും സിനിമയ്ക്കും സമർപ്പിക്കുന്നുവെന്ന് സുരാജ്. സംസ്ഥാനത്തിന് ലഭിച്ച അംഗീകാരമെന്ന് മുഖ്യമന്ത്രി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 95.47% വിജയം. 14,802 പേർക്ക് എല്ലാ വിഷയത്തിലും A+. 934 സ്കൂളുകളിൽ 100% വിജയം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഗുണ്ടാക്രമണത്തിൽ അമ്മൂമ്മയും പേരക്കുട്ടിയും വെട്ടേറ്റ് മരിച്ചു. ടെക്നോപാർക്ക് ജീവനക്കാരൻ പിടിയിൽ. കൊച്ചി പള്ളുരുത്തിയിൽ യുവതിയെ കുത്തിക്കൊന്നു. കൊല്ലം ആയൂരിൽ ബിവറേജ് ഔട്ട്ലെറ്റിനുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് വെട്ടേറ്റു. IPL ഒത്തുകളിയിൽ BCCI പ്രസിഡന്റ് N. ശ്രീനിവാസന് പങ്കുണ്ടെന്ന് സുപ്രീം കോടതി. കോടതി പരാമർശം മുകുൾ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ശ്രീനിവാസനെ BCCIയുടെ ഒരു ചുമതലയും ഏൽപ്പിക്കരുത് എന്ന് കോടതി. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞുമാറി നരേന്ദ്രമോദി. തന്നെ വിമർശിക്കുന്ന കോൺഗ്രസുകാർ ആദ്യം അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കട്ടെ. താൻ പാർട്ടിക്ക് അതീതനായ നേതാവല്ല എന്നും മോദി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് സുരാജ് വെഞ്ഞാറമൂട് അർഹനായി. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. സുരാജിനൊപ്പം ഷഹീദിലെ അഭിനയത്തിന് രാജ്കുമാർ റാവു മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. മികച്ച ചിത്രമായി ആനന്ദ് ഗാന്ധി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം ഷിപ്പ് ഓഫ് ദ സ്യൂസ് തെരഞ്ഞെടുക്കപ്പെട്ടു. Best actor has been shared by 2 actors. One is for the Hindi film called Shahid, and the actor's name is Rajkumar. And Periyariyathavar, it's a Malayalam film, and the actor's name is Suraj Venjaramudu. 4 വർഷത്തിനു ശേഷമാണ് മികച്ച നടനുള്ള പുരസ്കാരം സുരാജ് വെഞ്ഞാറമൂടിലൂടെ മലയാളത്തെ തേടിയെത്തുന്നത്. 2010-ലാണ് സലീം കുമാറിന് ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന ചിത്രമാണ് സുരാജിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച പാരിസ്ഥിതിക ചിത്രത്തിനുള്ള അവാർഡും പേരറിയാത്തവർ സ്വന്തമാക്കി. മികച്ച നടനുള്ളതടക്കം 5 പുരസ്കാരങ്ങളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. ഇതര ഭാഷാ സിനിമകളിലൂടെ മറ്റ് 4 മലയാളികൾ കൂടി പുരസ്കാരത്തിന് അർഹരായി. റീ റെക്കോർഡിംഗിനുള്ള അവാർഡ് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത സോപാനത്തിലൂടെ D. യുവരാജ് നേടി. മലയാളിയായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ലയേഴ്സ് ഡൈസിലെ അഭിനയത്തിന് ഗീതാഞ്ജലി ഥാപ്പ മികച്ച നടിക്കുള്ള അവാർഡ് നേടി. ഇതേ ചിത്രത്തിലെ ഛായാഗ്രഹണത്തിന് ഗീതു മോഹൻദാസിന്റെ ഭർത്താവ് കൂടിയായ രാജീവ് രവിയും പുരസ്കാരത്തിന് അർഹനായി. ആനന്ദ് ഗാന്ധി സംവിധാനം ചെയ്ത ഷിപ്പ് ഓഫ് തീസിയസ് ആണ് മികച്ച ചിത്രം. ഷഹീദ് എന്ന ചിത്രത്തിലൂടെ ഹൻസൽ മേത്ത മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ഭാഗ് മിൽഖ ഭാഗിന് ലഭിച്ചു. മികച്ച സഹനടനായി സൗരവ് ശുക്ലയും സഹനടിമാരായി അമൃത സുഭാഷും ആലിയ കാശിപ്പും തിരഞ്ഞെടുക്കപ്പെട്ടു. സാബു ജോസഫാണ് മികച്ച എഡിറ്റർ. ഗായകനായി രൂപാങ്കറും ഗായികയായി ബേലാഷിന്റെയും തിരഞ്ഞെടുക്കപ്പെട്ടു. കമൽ സ്വരൂപിന്റെ രംഗഭാഷയാണ് മികച്ച കഥേതര ചിത്രം. സയ്യിദ് മിർസ അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ചലച്ചിത്ര നിരൂപകരായ മധു ജനാർദ്ദനനും അൻവർ അബ്ദുള്ളയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം നടൻ സാജു കൂടിയൻ ടെലിഫോണിലും ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ മധു ജനാർദ്ദനൻ, മറ്റ് സവിശേഷതകളൊക്കെ മാറ്റിവെച്ചാലും നമുക്ക് ഏറ്റവും കൗതുകകരമായി അത്ഭുതകരമായി തോന്നുന്നത്, ഒരു പരിധിവരെ അത്ഭുതകരമായി തോന്നുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ് മികച്ച നടൻ എന്നതാണ്. സുരാജ് വെഞ്ഞാറമൂടിനെ നമ്മൾ അങ്ങനെയുള്ളൊരു രൂപത്തിൽ കണ്ടിട്ടേയില്ല. താങ്കൾ എങ്ങനെയാണ് ഇത്തവണത്തെ ചലച്ചിത്ര പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? നേരത്തെ 4 വർഷം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ സലീം കുമാർ എന്ന് പറയുന്നൊരു കൊമേഡിയൻ ഇവിടെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം പോലെ തന്നെ ഇതും ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു മികച്ച സംവിധായകൻ്റെ കയ്യിലുള്ള ഒരു ടൂൾ മാത്രമാണ് ഒരു നടൻ. ഏറ്റവും മികച്ച നടനായാൽ പോലും നമുക്കറിയാം, ഒരേ നടൻ തന്നെ പല സംവിധായകരുടെ സിനിമകളിൽ പല തലത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു മികച്ച സംവിധായകൻ്റെ കയ്യിൽ, ഡോക്ടർ ബിജുവിൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ അദ്ദേഹത്തിന് അനുസരിച്ചുള്ള കാസ്റ്റിംഗ് വളരെ പ്രധാനമാണ്. ആ റോളിനനുസരിച്ചുള്ളൊരു നടനായിരിക്കണം ഇദ്ദേഹം. ഈ സിനിമ കാണാത്തതുകൊണ്ട് അത്ര കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു വരുമ്പോൾ അയാൾക്കൊരു അവാർഡ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ അൻവർ അബ്ദുള്ള, ഏത് വിധത്തിൽ കൗതുകമുണ്ടാക്കുന്നുണ്ട് താങ്കൾക്ക് ഈ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം? സുരാജ് വെഞ്ഞാറമൂടിന് ഇന്നലെ വരെ അവാർഡ് കിട്ടുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന അത്തരത്തിലുള്ള അഭിനയശേഷി പുറത്തെടുക്കുന്ന ഒരാളായി കണ്ടിട്ടില്ല. അതിൻ്റെ കൗതുകം, അത്ഭുതപ്പെടലുകൾ സോഷ്യൽ നെറ്റ്വർക്ക് അടക്കമുള്ള ഇടങ്ങളിലെല്ലാം ഇപ്പോൾ ദൃശ്യമാണ് താനും.
എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? എത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഇതൊരു വഴിമാറ്റമാണെങ്കിൽ അത്? എനിക്ക് യാതൊരു ആശ്ചര്യവും ഇക്കാര്യത്തിലില്ല. നാം കുറച്ചു കാലമായിട്ട് സുരാജ് വെഞ്ഞാറമൂടിനെ കണ്ടിട്ടുള്ളത് ടൈപ്പായിട്ടുള്ള തമാശ കഥാപാത്രങ്ങളിലാണ്. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഇതൊരു ആശ്ചര്യകരമായ വാർത്തയായിട്ട് അനുഭവപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം സുരാജ് വെഞ്ഞാറമൂട് എന്ന നടനിൽ വളരെ വ്യക്തമായ ആധികാരികമായ ഒരു മാറ്റം ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഗോഡ് ഫോർ സെയിൽ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനായിരിക്കും സുരാജ് വെഞ്ഞാറമൂടിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ്. അത്രയും ഗംഭീരമായിട്ട് ആധികാരികമായിട്ട് അത്രയും കയ്യടക്കത്തോടു കൂടിയാണ് വളരെ സങ്കീർണമായ ഒരു കഥാപാത്രത്തെ ഗോഡ് ഫോർ സെയിൽ എന്ന് പറയുന്ന ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത്. ആ സിനിമ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മധുവേട്ടൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന അവാർഡ് കിട്ടിയ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഗോഡ് ഫോർ സെയിൽ കണ്ടിട്ടുള്ള ഒരാളെന്നൊക്കെ നിലയിൽ എനിക്ക് യാതൊരു ആശ്ചര്യവുമില്ല. സുരാജ് വെഞ്ഞാറമൂട് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നതിൽ എനിക്കൊരു അത്ഭുതവും ഇവിടെ ഇല്ല. ശ്രീ അൻവർ അബ്ദുള്ള, സലിം കുമാർ, അതിനുശേഷം ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട്, ഈ വലിയ നടന്മാർ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ ഏത് വിധത്തിലും ശരീരത്തെ അഭിനയിക്കാൻ ഏറ്റവും സൂക്ഷ്മമായ കണ്ണിൻ്റെ ചലനങ്ങളിലൂടെ പോലും ഈ അഭിനയ തികവ് പ്രകടിപ്പിക്കാനൊക്കെ ശേഷിയുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് കേരളം. മലയാള സിനിമയാണെങ്കിൽ അങ്ങേയറ്റം സൂക്ഷ്മമായി പിന്തുടരുന്ന പ്രേക്ഷക സമൂഹവുമുള്ള ഒരു സ്ഥലമാണിവിടം. അവിടെ ഈ സലിം കുമാറും സുരാജ് വെഞ്ഞാറമൂടും സംഭവിക്കുന്നത്, അവർക്ക് ഇത് ചെയ്യാനാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാ തരത്തിലേക്കും ശരീരത്തെയും അവയവങ്ങളെയും ചലിപ്പിക്കാനും അതുവഴി അഭിനയിക്കാനുമുള്ള ശേഷി നേരത്തെ തന്നെ അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ നല്ല സംവിധായകരുടെ കയ്യിലെത്തുമ്പോൾ അവർ അസാധ്യമായ പ്രകടനം നടത്തുന്നതിലേക്ക് പോകുന്നത്? സലീം കുമാർ എന്ന നടനിൽ നാം അദ്ദേഹത്തെ ഒരു മിമിക്രി താരമായിട്ട് കാണുമ്പോൾ തന്നെ അസാധാരണമായ ഒരു അഭിനയ ശേഷി ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിന്റെ കാര്യത്തിൽ എന്റെ നിരീക്ഷണത്തിൽപ്പെട്ടിടത്തോളം അങ്ങനെയല്ല. സുരാജ് വെഞ്ഞാറമൂടിൽ അങ്ങനെ ഒരു അഭിനേതാവിന് ആവശ്യമായ ഒരു ടാലന്റോ പ്രാപ്തിയോ മുമ്പ് നാം കണ്ടിട്ടില്ല. പക്ഷെ മാറാൻ തയ്യാറാവുന്നു, മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നു, തന്റെ ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ, ശരീരഭാഷയിൽ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ സുരാജിനെ പോലുള്ള നടന്മാർ തയ്യാറാവുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ താരങ്ങൾക്ക് നിരന്തരമായി ഈ അവാർഡ്, കമലഹാസൻ മുതൽ മമ്മൂട്ടി, മോഹൻലാലും വരെയുള്ള സൂപ്പർ താരങ്ങൾക്ക് നിരന്തരമായി ഈ അവാർഡ് കിട്ടിയപ്പോൾ ഈ അവാർഡിന് തന്നെ ഒരു താരപരിവേഷം കൈവന്നു പോയിട്ടുണ്ട്. അതിനു മുമ്പ് സമാന്തര സിനിമയിലെ നടന്മാർക്കായിരുന്നു പ്രധാനമായിട്ടും അവാർഡ് കിട്ടിയിരുന്നത്, ഓംപുരിയൊക്കെ പോലെയുള്ള നടന്മാർക്ക്. പക്ഷെ നിരന്തരമായിട്ട് മുഖ്യധാര സിനിമയിലെ സൂപ്പർ താരങ്ങൾക്ക് കിട്ടിയതോടെ ഒരു സൂപ്പർ താര പരിവേഷം അവാർഡിന് കൈവന്നുപോയി. ആ ഒരു ഒരു നിഗൂഢവൽക്കരണവും താരവൽക്കരണവും അതിനെ മഹത്വവൽക്കരണവും എല്ലാം തകർത്ത് തരിപ്പണമാക്കുവാൻ സത്യം പറഞ്ഞാൽ സലിം കുമാറിനും ഇപ്പോൾ അതിനെ തുടർന്ന് സുരാജ് വെഞ്ഞാറമൂടിനും ഈ അവാർഡ് ലഭിക്കുമ്പോൾ സാധ്യമാകുന്നുണ്ട്. അതും ഒരു പ്രത്യേക തരത്തിൽ പറഞ്ഞാൽ ഗുണപരമായ ഒരു സംഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സാജു കൊടിയൻ, നടൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സാജു കൊടിയൻ, ഈ സിനിമയിൽ തമാശ റോളുകൾ ചെയ്യുന്ന ആളുകൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അവർക്ക് ചിരിപ്പിക്കാൻ മാത്രമേ അറിയൂ, അവർക്ക് സീരിയസ് ആയി ഗൗരവത്തോടുകൂടി അഭിനയിക്കാൻ അറിയില്ല എന്നൊരു തോന്നൽ ആളുകളുടെ ഉള്ളിലുണ്ട്. അതിപ്പോൾ സലിം കുമാറിലൂടെ, ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിലൂടെ തിരുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ സിനിമയിലടക്കം ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എത്ര സന്തോഷം നൽകുന്നതാണ് ഈ അവാർഡ് പ്രഖ്യാപനം? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് അവാർഡ് കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്. അതുകൂടാതെ സുരാജ് വെഞ്ഞാറമൂട് എന്നുള്ള വ്യക്തിയെ വ്യക്തിപരമായി വളരെ രീതിയിലും അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹത്തിനോട് വളരെയധികം സന്തോഷവും ആദരവും തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ മിമിക്രി കലാകാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അവാർഡിന് അർഹനല്ലാത്ത രീതിയിൽ കാണുന്നതിന്റെ കാര്യമില്ല. കാരണം നല്ല അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ അദ്ദേഹത്തിന് ഇത്ര നാൾ കിട്ടിയിരുന്നില്ല എന്ന് വേണം കരുതാനായിട്ട്. പക്ഷെ ഇപ്പൊ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പ്രകടിപ്പിച്ചു. ആ ടൈപ്പുകളിൽ നിന്ന് മാറി നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ആണ് ഈ അവാർഡിന്റെ പിന്നിലുള്ള വികാരമായിട്ട് ഞാൻ കാണുന്നത്. ശ്രീ സാജു കൊടിയൻ, മുമ്പൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ തമാശ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സലിം കുമാറിൻ്റെതും ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും അവസ്ഥ വരുമ്പോൾ ഏതെങ്കിലും ഒരു സംവിധായകൻ ഏതെങ്കിലും കാലത്ത് ഒരാളുടെ രൂപത്തിന് ചേരുന്ന, അയാൾക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അയാളൊരു കഥാപാത്രം ഏൽപ്പിക്കുമ്പോൾ ഏത് തലത്തിലേക്ക് ഉയരാനും ആ നടന് പറ്റും എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാ ഹാസ്യ നടന്മാർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ?
ഇപ്പൊ മലയാള സിനിമയില് പ്രമുഖനായ നടനായിട്ട് നമ്മൾ കാണുന്ന മോഹൻലാൽ ആദ്യകാലങ്ങളിൽ തമാശ സിനിമകളിലൂടെയാണ് ഉയർന്നു വന്നത്. അപ്പൊ അതുപോലെ തമാശ പടങ്ങളിലൂടെ ആണ് അദ്ദേഹം സിനിമയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും അതിനുശേഷം കാമ്പുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തമാശകൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരു നടൻ തമാശ നടനായിട്ട് മാത്രം മുദ്രകുത്തി മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ എത്ര കഴിവുകൾ ഒളിച്ചിരിക്കുന്നു നമുക്ക് പുറമേ നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ മധു ജനാർദ്ദനൻ. പക്ഷേ എങ്കിലും ഇത് എൻ്റെ സംശയമല്ല, ഇതിനകം പല ആളുകളും പലയിടങ്ങളിലായി പ്രകടിപ്പിച്ചു. എങ്കിലും നെടുമുടി വേണു, തിലകൻ തുടങ്ങി നമ്മുടെ നാട്ടിലെ നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകൾക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ സുരാജ് വെഞ്ഞാറമൂടിന് ലഭിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കണം? ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജൂറി അവാർഡിന് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് ആ ജൂറിക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നുമ്പോഴാണ്. അത് പലപ്പോഴും ഇങ്ങനെ മാറി വരാം. അത് ഏത് വിധത്തിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? ഈ തിലകന് ലഭിച്ചില്ലല്ലോ, നെടുമുടി വേണുവിന് ലഭിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ സുരാജ് വെഞ്ഞാറമൂടിന് ലഭിച്ചിരിക്കുന്നു എന്നതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? എനിക്ക് തോന്നുന്നത് തിലകനും നെടുമുടിക്ക് നമുക്കറിയാം, പണ്ട് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടം എന്ന സിനിമയിൽ അയാൾ അവാർഡിൻ്റെ വളരെ അടുത്തെത്തി അദ്ദേഹം. അതേസമയത്ത് അതിൻ്റെ ഒന്നിച്ച് മത്സരിച്ചത് അവസാനം ഒരു ടൈ പോലെ വന്നത് കമലഹാസൻ്റെ നായകൻ എന്ന് പറയുന്ന തമിഴ് സിനിമയിലെ പ്രകടനമായിരുന്നു. അപ്പോൾ നായകൻ എന്ന് പറയുന്ന സിനിമ ആ വർഷം കുറച്ചുകൂടി മികച്ചതായി ഒരു അടി മുന്നിൽ ഉയരത്തിൽ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ആ അവാർഡ് നഷ്ടമായി. തിലകൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പലപ്പോഴും അദ്ദേഹം നായകൻ്റെ റോളിലല്ല പല സിനിമകളിലും വന്നത് എന്നതാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും നിർഭാഗ്യകരം. ആരുടെയെങ്കിലും അച്ഛനായിട്ട്, മോഹൻലാലിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മറ്റൊരാരുടെയെങ്കിലും അച്ഛനായിട്ടോ അത്തരം രീതിയിലുള്ള റോളുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ പലപ്പോഴും സഹനടൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മുടെ സംവിധായകൻ്റെയും നമ്മുടെ സിനിമാക്കാരുടെയും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം. നടൻ സിദ്ദിഖ് കൂടെ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ സിദ്ദിഖ്, താങ്കൾ പുരസ്കാരത്തിന് അർഹമായ ഒരു സിനിമയിൽ അഭിനയിച്ച നടനാണ്. താങ്കൾ കൂടെ അഭിനയിച്ച, താങ്കൾ പ്രധാന റോളിൽ അഭിനയിച്ച രാജേഷ് ടച്ചറിവറിൻ്റെ സിനിമയ്ക്കാണ് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എത്രമേൽ സന്തോഷമുളവാക്കുന്നതാണ് ഈ സാഹചര്യം? ശ്രീ സിദ്ദിഖ്, അദ്ദേഹത്തിന് ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ മധു ജനാർദ്ദനൻ, പക്ഷേ ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 10-14 എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ ഏതാണ്ട് മുൻ വർഷങ്ങളിൽ പരമാവധി അവാർഡുകൾ മലയാളത്തിലേക്ക് വരിക എന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയല്ല. അവാർഡുകൾ ഇത്തവണയാണെങ്കിൽ 4 സിനിമകൾക്ക് മാത്രമാണ്, 4 മലയാള സിനിമകൾക്ക് മാത്രമാണ് പുരസ്കാരമുള്ളത്. നമ്മൾ പിന്നോട്ട് പോവുകയാണോ എന്ന് പറഞ്ഞുകൂടാ. നമ്മൾ പിന്നോട്ട് പോവുക എന്നതിനപ്പുറം മറ്റു ഭാഷാ സിനിമകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് മറാഠി, തെലുങ്ക്, ഹിന്ദി സിനിമകൾ പോലും, ഹിന്ദിയിൽ അനുരാഗ് കശ്യപ്പിൻ്റെയൊക്കെ ഒരു ജനറേഷൻ വരുന്നതോടെ ഹിന്ദി ബോളിവുഡ് എന്ന് പറയുന്ന വെറും ഒരു കച്ചവട സിനിമ മാത്രമല്ലാതാവുകയും മെയിൻ സ്ട്രീമിൽ തന്നെ വളരെ ധീരമായ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ശാഖയായി ഹിന്ദി സിനിമ മാറിയിട്ടുണ്ട്. മറാഠി സിനിമ അങ്ങനെ വന്നിട്ടുണ്ട്. തെലുങ്ക് സിനിമയിൽ പോലും വളരെ സുധീരമായ പരീക്ഷണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ രാജേഷ് ടച്ചറിവർ മലയാളിയാണെങ്കിൽ പോലും ഒരു തെലുങ്ക് സിനിമയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൂടാ. ഇന്ത്യൻ സിനിമയിൽ മറ്റു പ്രാദേശിക ഭാഷ വളരെ സജീവമായി വരുന്നു എന്നാണ് അതിനർത്ഥം. ശ്രീ അൻവർ അബ്ദുള്ള, ഈ മലയാള സിനിമയിലെ സാധാരണമായ സമവാക്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അല്പം മുമ്പ് സലിം കുമാർ പറഞ്ഞ ഒരു കാര്യം ഇനി അങ്ങോട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് ശ്രദ്ധിക്കേണ്ടത്, ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്നാണ്. ഇതുവരെ അത്യാവശ്യം ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടുള്ള നല്ല കഥാപാത്രങ്ങൾ, ആ അർത്ഥത്തിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നടന്ന ഒരു നടൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവസാനമെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ളൊരവസ്ഥ, പ്രതിസന്ധി സുരാജ് വെഞ്ഞാറമൂടിന് മുന്നിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോഴത്തെ ഈ പുരസ്കാര പ്രഖ്യാപനം കാരണം